ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓണിയൺ ബജ്ജി, അതായത് സബോള ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കായി കുറച്ച് കടലമാവ് എടുത്ത് അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കായത്തിൻ്റെ പൊടി എല്ലാം ചേർത്ത് ഒരു ക്രീം രൂപത്തിലാക്കി വെള്ളം ഇത്തിരി കുറച്ച് കട്ടിയുള്ളൊരു ക്രീം രൂപത്തിലാക്കി എടുക്കണം. അത് നന്നായി പേസ്റ്റ് പോലെ തരികളൊന്നും ഇല്ലാണ്ട് പാകത്തിന് വെള്ളം ചേർത്ത് എടുക്കണം. തരികളില്ലാതെ കട്ടയില്ലാണ്ട് ആക്കിയെടുക്കണം. എന്നിട്ട് അതിൽ ഒരു സബോള എടുത്തിട്ട് വെള്ളം പോരാത്ത ഇതിൽ കുറച്ചിട്ട് ഞാൻ ചേർത്തിട്ടുള്ളതിൽ കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു തരി കൂടി മാവ് എടുത്തിട്ട് അപ്പം അത് കുറച്ചൊരു കട്ടി തന്നെ ആയിട്ട് നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്ന രൂപം നമുക്കറിയാലോ. അപ്പം അങ്ങനെ കുറച്ചും കൂടി ഒരു കട്ടിയുള്ള രൂപത്തിലാക്കിയിട്ട് വേണം എടുക്കാൻ. സബോള നല്ല കട്ടിയിൽ വേണം മുറിക്കാനായിട്ട്. അത് അല്ലി അടർന്ന് പോരാതിരിക്കാൻ കുറച്ച് കനം വേണം. അപ്പം അങ്ങനെയുള്ള കട്ടിയുള്ള സബോളയാണ് വേണ്ടത്. റൗണ്ടായിട്ട് മുറിച്ചിട്ട് ഇത്തിരി കട്ടിയിൽ മുറിച്ചെടുക്കണം. അത് ഈ മാവിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിലിടണം. അതിനായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുന്നു. അതിൽ ഇതിട്ടിട്ട് ഒരു ബ്രൗൺ കളറാവുമ്പോൾ അപ്പപ്പൊരിയിൽ എടുത്തിട്ട് എണ്ണ വാരാൻ വയ്ക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവർക്ക് താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ തന്നെ നമ്മൾ പക്കവട ഉണ്ടാക്കും. സബോള കനം കുറഞ്ഞരിഞ്ഞിട്ട് പക്കവട ഇട്ട് അത് കുറച്ചായിട്ട് കുറച്ച് കട്ടിയിലായിരിക്കും. അത് കുറച്ച് എണ്ണ കൂട്ടിയെടുത്തിട്ടാണല്ലോ. ഇത് ഒരു റൗണ്ട് മാത്രമായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് മൂത്ത് കഴിഞ്ഞ് അങ്ങനെ പൊരി വയ്ക്കാം. ഇനി അടുത്ത ട്രിപ്പും കൂടി ബാക്കി കുറച്ച് എണ്ണം കൂടി ബാക്കിയുണ്ട്. അത് മാവിൽ മുക്കിയിട്ട് ഇതിലിടാം. ഇതിൽ അധികം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല. കാരണം ഇത് വേസ്റ്റാവും. പിന്നെയും ബാക്കി വരുന്നത് വേസ്റ്റ് ആവണ്ടെന്ന് വെച്ചിട്ട് കുറച്ചായിട്ട് ഇട്ട് ആക്കണുള്ളൂ. 1-2 തന്നെ ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്കത് പിറ്റേ ദിവസത്തേക്ക് ബാക്കി വരില്ല. അപ്പോൾ അന്ന് തന്നെ ഉപയോഗിച്ച് തീരും. അങ്ങനെ ഓയിലധികം ബാക്കി വരാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ അതങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഓണിയൺ ബജ്ജി തയ്യാറായി. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം.